ഹലോ ഹായ്, എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു സൂപ്പാണ് ഇന്ന് കാണിക്കുന്നത്. വിത്ത് വെജിറ്റബിൾസ്, പിള്ളേർക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തി തരാം. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞത് വേണം, കുറച്ച് ഗാർലിക് അരിഞ്ഞത് വേണം, കുറച്ച് ജിഞ്ചർ അരിഞ്ഞത് വേണം, ഒനിയൻ കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഗാർലിക് ഇച്ചിരി കൂടുതലിട്ടോ കേട്ടോ, ഒരു 7 to 8 പീസ് ഓഫ് ഗാർലിക് ഇടാം നിങ്ങൾക്ക്. അത് അവനവൻ്റെ കണക്കനുസരിച്ച് കൂടുതലിടുക. പിന്നെ ഇച്ചിരി ക്യാരറ്റും ബീൻസും കൂടെ അരിഞ്ഞത്. ഇതെല്ലാം കുഞ്ഞതായിട്ട് വേണം അരിയാനായിട്ട്, ചെറുതായിട്ട് അരിയണം. എന്ന് വെച്ചാൽ നമ്മൾ കുടിക്കുന്ന കൂട്ടത്തിൽ ഇറങ്ങിപ്പോകുന്ന ആ ഒരു പരുവത്തിന് വേണം ചെറുതായിട്ട് കുഞ്ചായിട്ട് കുത്തി അരിയണം. അപ്പോഴിനി നമുക്ക് നേരം കളയാതെ സൂപ്പ് അങ്ങ് വെക്കാം. അപ്പോൾ അതിനായിട്ട് നല്ലൊരു വലിയൊരു പാത്രം എടുക്കുക. ചെവിട് കട്ടിയുള്ള പാത്രമായിരിക്കണം, അത് വയ്ക്കുക. അതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് തന്നെയല്ല വേണ്ടത്, നമുക്കിങ്ങനത്തെ പീസുകൾ വേണം. അതായത് നമ്മൾ ചിക്കൻ കറിക്കും ബിരിയാണിക്കും ഒക്കെ ഉപയോഗിക്കുന്ന പീസുകൾ നല്ല ദശക്കട്ടിയുള്ള പീസുകൾ, അതല്ലാണ്ട് പെടലി, പിന്നെ ചിക്കൻ്റെ ഈ നെക്കിൻ്റെ ഭാഗം, കാല് അതിൻ്റെ ഭാഗം, അങ്ങനെയൊക്കെ വരുന്ന ഭാഗങ്ങൾ, അതായത് ഇറച്ചിയുടെ അംശം കുറഞ്ഞിട്ട് എല്ലിൻ്റെ ബോണ് കൂടുതലുള്ള ഭാഗം വേണം നമ്മൾ ഈ സൂപ്പിന് ഉപയോഗിക്കാനായിട്ട്. ആക്ച്വലി ഇത് വേറൊരു ഉപയോഗം കൂടെ ഉണ്ട് ഇതിന്. എന്ന് വെച്ചാൽ നമ്മളിത് കറിയൊക്കെ ഇടുമ്പോൾ ചുമ്മാ വേസ്റ്റാക്കി പോവുക. ആർക്കും ബിരിയാണിക്കൊക്കെ പ്രത്യേകിച്ച് വെക്കുമ്പോൾ ഇങ്ങനത്തെ പീസുകളൊന്നും നമ്മൾ ഇടാറില്ല, അത് വെറുതെ വേസ്റ്റായി പോവുകയാണ്. അപ്പോൾ അങ്ങനെ അത് വേസ്റ്റാക്കി കളയുന്നതിലും ഭേദം അങ്ങനത്തെ പീസുകൾ, ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ പീസുകൾ ഇങ്ങനത്തേത് കിട്ടും, അങ്ങനത്തെ എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അത് ഇങ്ങനെ, ഇത് കണ്ടില്ലേ, നല്ല റിബ്സിൻ്റെ ആ ഭാഗമൊക്കെയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊരു സൂപ്പ് വയ്ക്കാം. അപ്പോൾ ബിരിയാണിക്ക് വെച്ച നല്ല പീസുകളെല്ലാം നല്ല കറിക്കും പോകും, കറിക്ക് വേണ്ടാത്ത പീസുകളെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സൂപ്പായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ അത് വെച്ചു. എന്നിട്ട് ഞാനിപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നല്ലതായിട്ട് വെള്ളം തിളച്ചിട്ട് മാത്രം പീസുകൾ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് അത് അവിടെ കിടന്ന് തിളച്ച് അതൊരു പകുതിയാകണം. ആ സൂപ്പ് പകുതിയാകണം. ഈ ഒരു വെള്ളം പകുതി വരണം. വേണ്ടവർക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പീസിൻ്റെ അളവിനനുസരിച്ച് വേണം വെള്ളം കൊടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഉപ്പ് മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ഇനി അത് നന്നായിട്ട് തിളച്ച് വരട്ടെ, നമുക്കത് അടച്ച് വെക്കാം. നന്നായിട്ട് തിളയ്ക്കാം. ഇനി സത്യം പറഞ്ഞാൽ ഇത് 2 in 1 ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒന്ന് പകുതി കറിക്ക് വെക്കാം, വേണ്ടാത്ത പീസുകളെടുത്ത് നമുക്ക് സൂപ്പും വെക്കാം. ഇത് നല്ലൊരു സൂപ്പാണ് കേട്ടോ. നല്ല തണുപ്പ് കാലത്തൊക്കെ കുടിക്കാനൊക്കെ ബെസ്റ്റ് സാധനമാണ്. പിന്നെ രാത്രിയിലൊരു നൈറ്റിൽ ഇപ്പോൾ ഡിന്നറൊക്കെ ലൈറ്റായിട്ട് മതി എന്നുള്ളവർക്കൊക്കെ ഈ സൂപ്പ് ഫോളോ ചെയ്യാൻ പറ്റും. നല്ലൊരു റെസിപ്പിയാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് വെജിറ്റബിൾസും ഒക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണിത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച്, ഇപ്പോൾ കണ്ടില്ലേ സൂപ്പ്, അതിൽ നിന്ന് ഇതെല്ലാം പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇതെല്ലാം ഇറങ്ങി നന്നായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അവിടെ കിടന്ന് കുറച്ചും കൂടെ ഒന്ന് തിളക്കട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. എന്നിട്ട് അത് ഒരുമിച്ച് കിടന്ന് ഇനിയും തിളയ്ക്കണം. ഇപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് തിളച്ച് പകുതിയൊന്നും ആക്കിയിട്ടില്ല ഇത്. അതിലേക്കാണ് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തത്. ഇനി അത് അടച്ച് തിളച്ച് തൂവാതെ സൂക്ഷിച്ചോണം. വേണമെങ്കിൽ ഇത് സ്പൂൺ വേണമെങ്കിൽ ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ തിളച്ച് തൂവത്തില്ല. അപ്പോൾ ഇനി നമുക്ക് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ അത്. അപ്പോൾ അത് തിളക്കട്ടെ. അത് തിളച്ചിട്ട് ഞാനത് മുഴുവനൊന്നും കാണിക്കുന്നില്ല, തിളയ്ക്കുന്നത് നമുക്ക് കാണേണ്ട കാര്യമില്ലല്ലോ. ഇനിയപ്പോൾ അത് നല്ല പകുതി ഹാഫ് ആകണം. ഇപ്പോൾ 2 ഗ്ലാസ് ഓഫ് വാട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1 ഗ്ലാസ് ആവണം. അതുവരെ നമ്മളത് തിളപ്പിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് തിളയ്ക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യമില്ല, ഇപ്പോൾ ഇടണ്ട. ഇഞ്ചിയും വെളുത്തുള്ളി ഉപ്പും ഇതിട്ട് മാത്രം തിളപ്പിക്കുക. എന്നിട്ട് നമുക്ക് എന്നാ എടുക്കണമെന്നറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പാത്രം എടുക്കാം. ഞാനിപ്പോൾ ആ പാത്രത്തിൽ തന്നെ ഞാൻ കുക്ക് ചെയ്യുകയാണ്. അപ്പം സൂപ്പും അതിൻ്റെ കഷ്ണങ്ങളും രണ്ടായിട്ട് ഞാൻ മാറ്റി. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം കൂടെ എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ബാക്കി ആ സൂപ്പ് കിട്ടിയത് എടുത്ത് ഞാൻ ഈ പാത്രത്തിലേക്കിട്ട് വീണ്ടും അത് തിളക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീസുകൾ നമ്മളെടുത്ത് മാറ്റി വെച്ചില്ലേ, ആ പീസയിലിരിക്കുന്ന മീറ്റിൻ്റെ ഇതെല്ലാം നമ്മൾ പതുക്കെ കൈ കൊണ്ട് പിച്ചിയെടുക്കണം. എല്ലില്ലാണ്ട് പതുക്കെ ആ എല്ലയിലിരിക്കുന്ന പീസുകൾ മുഴുവനും കൈ കൊണ്ട് പിച്ചി
പിച്ചി എടുത്തിട്ട് വലിയ പീസുകളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് എന്നാ എടുക്കണം, കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞും കൂടെ വെച്ചേക്കുക. ഇപ്പോഴും ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്, അപ്പം മുഴുവനും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ആദ്യത്തേനകത്ത് ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, 1 സ്പൂൺ വീതം ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പം ബാക്കിയിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. കുറേശ്ശേ ഇടാവുള്ളൂ കേട്ടോ. ആദ്യത്തേനകത്ത് കുറച്ചിടുക, രണ്ടാമത്തേനകത്ത് കൂടുതലിടുക. പിന്നെ ഇപ്പോഴും വേണമെങ്കിൽ ഉപ്പ് കുറച്ചും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അതിന് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ഫൈനൽ പ്രോസസ്സിലേക്ക് കിടക്കുകയാണ് സൂപ്പ് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ്റെ ഇത് എല്ലേന്ന് അതെല്ലാം അടത്തി, പീസുകൾ തന്നെ അടത്തി കണ്ടില്ലേ, കുഞ്ഞതായിട്ടെടുത്തു. നമുക്ക് കോരി കുടിക്കുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള ചെറിയ പീസാക്കി എടുത്ത് കണ്ടില്ലേ. അതൊന്നും കളയാനില്ല. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഈ ചിക്കനകത്ത് നമ്മളൊരു ചിക്കൻ മേടിച്ചാൽ ഇപ്പോൾ ഒന്നുമില്ല കളയാനായിട്ട്, വേസ്റ്റ് ആക്കിയിട്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അപ്പം സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ലേശം ഉപ്പ്, ഈ പീസുകൾ. ഇനി ഇത് ഒരുമിച്ച് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് പച്ചക്കറി, അതായത് ക്യാരറ്റും ബീൻസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. സ്പ്രിംഗ് ഒനിയനും ഇട്ട് കൊടുക്കണം. അതൊന്നും അധികം വേഗണ്ട, അതൊക്കെ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും സ്വാദ് കൂടുതൽ ആ വെള്ളത്തിലേക്ക്, ആ സൂപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും ഇത് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ വേണ്ടിയവർക്ക് കോൺഫ്ലവർ കുറച്ച് കലക്കി ഒഴിക്കാം. 1 സ്പൂൺ മതി കേട്ടോ. 1 ടീസ്പൂൺ കോൺഫ്ലവർ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ സൂപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ അതിനകത്ത് തന്നെയാണ് ഞാൻ ഈ കോൺഫ്ലവർ ഇപ്പോൾ കലക്കി ഒഴിക്കുന്നത്. അല്ല വേറെ വെള്ളമോ ഒന്നും എടുക്കുന്നില്ല. അപ്പോഴതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ടാണ് ഞാൻ ആ സൂപ്പിൽ നിന്ന് മാത്രം കുറച്ചെടുത്തിട്ട് ഒരു ചെറിയ ടീസ്പൂണ് കോൺഫ്ലവറും കൂടെ കലക്കി ഒഴിച്ചു. 1 ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കൂടുതലിട്ട് കഴിഞ്ഞാൽ തിക്കായി പോവും, പിന്നെ ഇതും പോവും. വേണ്ടിയവർ മാത്രം അതിട്ടാൽ മതി. കോൺഫ്ലവർ നിർബന്ധമുള്ള കാര്യമല്ല ഇടണമെന്നുള്ളത്. പിന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അത്രയും. അപ്പോഴാ കറക്റ്റ് അത് ലൂസായിട്ട് വൈറ്റ് കളറിൽ നിൽക്കും. ഓക്കെ, ഇനി അത് ഒരുമിച്ച് ഒന്ന് തിളയ്ക്കണം. ഒന്ന് കലക്കിയിട്ട് ഒഴിക്കാൻ ഞാൻ പറഞ്ഞത്, അത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കലക്കിയിട്ട് ഒഴിക്കുന്നത് കേട്ടോ. ഇനി അത് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. പിന്നെ നമ്മളെല്ലാവരും സൂപ്പിന് ചേർക്കുന്ന സാധനം എന്തുവാണ്? കുരുമുളക്. അത് ബ്ലാക്ക് പെപ്പർ പൗഡർ ആണെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ, അല്ലെങ്കിൽ വൈറ്റ് എങ്കിൽ വൈറ്റ്, ഏത് വേണേൽ. വൈറ്റ് ആകുമ്പോൾ വൈറ്റ് സൂപ്പ് ആകുമ്പോൾ വൈറ്റ് പെപ്പർ പൗഡർ ഇടുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല വൈറ്റായിട്ട് തന്നെ നിൽക്കും സംഭവം. അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് പെപ്പർ പൗഡർ ഇല്ല, ബ്ലാക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഇട്ട് കൊടുത്തു. അത് ഏതിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് ക്രഷ്ഡ് ആയിരിക്കണം, അങ്ങ് ഒത്തിരി ഫൈനായിട്ടുള്ള പൗഡറല്ല ഇടേണ്ടത്. ഒന്ന് ക്രഷ് ചെയ്തിടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം വൈറ്റ് ഇട്ടാൽ നല്ല കളർ, ആ വൈറ്റ് കളർ ഒട്ടും മാറാണ്ട് തന്നെ നിൽക്കും. ഓക്കെ, നമുക്കിനി വേണമെങ്കിൽ അവസാനം വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡായി വരട്ടെ. കണ്ടില്ലേ, ആ പീസുകളും ആ കഷ്ണങ്ങളും എല്ലാം നമ്മളിങ്ങനെ കോരി കുടിക്കുമ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും. ഇഞ്ചിയൊക്കെ ഫൈനായിട്ട് വേണം ചോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ കടിച്ചിറങ്ങിപ്പോയാലും അറിയത്തൊന്നുമില്ല. അതുപോലെ ഈ സമയത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കണം? ക്യാരറ്റും ബീൻസും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നു. ഇപ്പം നമ്മുടെ സൂപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അതെല്ലാം കൂടെ, ഇതൊന്നും അധികം വേഗണ്ട, അതിൻ്റെ കളറൊന്നും മാറരുത്, വെന്തങ്ങ് പോകരുത്. അതിൻ്റെ കളർ അങ്ങനെ തന്നെ നിൽക്കണം. ഗ്രീനും ക്യാരറ്റിൻ്റെ കളറും എല്ലാം അങ്ങനെ തന്നെ നിൽക്കണം. ഇപ്പം തന്നെ നല്ല കളർഫുള്ളായില്ലേ, നല്ല ടേസ്റ്റുമാണ് ഇത് കുടിക്കാനായിട്ടും. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത്. വലിയവർക്കും ലൈറ്റ് ഒരു ഡിന്നർ മീലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം. വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും വെല്ലം ഒന്ന് വേണമെങ്കിൽ വേണ്ടിയവർക്ക് കഴിക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് മാത്രം മതി. ഇത് നല്ലൊരു ബൗളൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റായി. സുഖമാണ്, ലൈറ്റ് ഫുഡല്ലേ. അപ്പോൾ രാത്രി നമുക്ക് നല്ല സ്ലീപ്പും ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അതവിടെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ അത് തിളച്ചു, ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ലാസ്റ്റ് മൊമെൻറ്റ് വേണം നമ്മൾ എന്തിട്ട് കൊടുക്കാനായിട്ട്? സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ നമ്മളിട്ട് കൊടുത്തു. സെലറി ഉണ്ടെങ്കിൽ സെലറിയും കൂടെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലില്ല സെലറി, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അതും കൂടെ ഇട്ട് കൊടുത്ത് കണ്ടില്ലേ, എത്ര കറക്റ്റായിട്ട് എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി പോലെ എനിക്കിപ്പോൾ തോന്നുന്നു. ചിക്കൻ്റെ പീസും വെജിറ്റബിൾസും എല്ലാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു റെസിപ്പിയാണിത്, വളരെ സുഖമാണിത്. നല്ല പിന്നെ എന്താ പറയുക, ഞാനിത് ഡിന്നറിനാണ് ഉണ്ടാക്കിയത്. വളരെ സുഖമായിരുന്നു ഇത് കുടിക്കാനായിട്ടും ഒക്കെ ഉള്ളത്. പിന്നെ നമുക്കിപ്പോൾ കുറച്ച് കുരുമുളകും കൂടെ വേണ്ടി വന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഉപ്പും കുരുമുളകും കൂടിയും കുറഞ്ഞും നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കണ്ടില്ല, ഇത് വൈറ്റായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് ചിക്കൻ വെജിറ്റബിൾ ക്ലിയർ സൂപ്പ് എന്ന് ഞാൻ പറയാൻ കാരണം ഇതിനെ. ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ സൂപ്പ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. എത്ര ഈസിയാണെന്ന് നോക്കുക, 10-15 മിനിറ്റ്സിനുള്ളിൽ സൂപ്പ് റെഡിയായി. ഓക്കെ, അപ്പോൾ
ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. അതവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. കണ്ടോ, കറക്റ്റായിട്ടുണ്ട്. ആ ഒരു ടീസ്പൂൺ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കോൺഫ്ലവർ. അത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ടെക്സ്ചർ മാറിപ്പോവും. അത് കണ്ടില്ല, നല്ല കറക്റ്റായിട്ട് സംഭവം വന്നിട്ടുണ്ട്. അതല്ലേ അതിൻ്റെ കളേഴ്സ് ഒന്നും മാറിയിട്ടില്ല. എന്നാൽ ഞാനൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാനിപ്പോൾ സെർവ് ചെയ്യുന്നത്. എന്നിട്ട് പോലും അതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. അത് തിക്കായിട്ടില്ല, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അത് കറക്റ്റായിട്ട് നിൽക്കുകയാണ് സാധനം. അപ്പം എല്ലാവരും ഇത് മസ്റ്റ് ഡു ഇറ്റ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും വീണ്ടും ഇങ്ങനത്തെ പുതിയ പുതിയ ഡിഷുകളിൽ കൂടെ, ഈസി ആയിട്ടുള്ള റെസിപ്പിയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.